ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ വെബ്സൈറ്റുകളിൽ വരുന്ന പല ടൈപ്പ് ആനിമേഷൻസ് ശ്രദ്ധിക്കാറില്ലേ? ഇപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആനിമേഷൻസ് വെബ്സൈറ്റിൽ വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. CSSലെ ആനിമേഷൻ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആനിമേഷൻ എഫക്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആനിമേഷൻസ് എന്താണ്, അതിൻ്റെ ബേസിക്സ്, അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്നിവയെക്കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ CSSന്റെ പല ക്ലാസ്സുകൾ നമ്മുടെ ട്യൂട്ടോറിയലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. ആദ്യം നമുക്ക് ആനിമേഷൻ എന്താണെന്ന് നോക്കാം. ഒരു എലമെന്റിന്റെ സ്റ്റൈലുകൾ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനെ നമുക്ക് ആനിമേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു എലമെന്റിന്റെ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുക, വിഡ്ത്ത് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാജുവലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു ആനിമേഷൻ കൊടുക്കുക എന്ന് പറയാം. ഇത്തരത്തിലുള്ള ആനിമേഷൻസ് കൊടുക്കാനായിട്ട് ആനിമേഷൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആവശ്യമാണ്. ആനിമേഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആനിമേഷൻ നെയിം, ആനിമേഷൻ ഡ്യൂറേഷൻ, ആനിമേഷൻ ടൈമിംഗ് ഫങ്ഷൻസ്, ആനിമേഷൻ ഡിലേ തുടങ്ങിയിട്ടുള്ളതാണ് ആനിമേഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആനിമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ആദ്യം ഒരു നെയിം കൊടുക്കണം. അതിനുശേഷം ആനിമേഷൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ആനിമേഷൻ എത്ര ടൈം നീണ്ടു നിൽക്കണം എന്നുള്ളതാണ് ആനിമേഷൻ ഡ്യൂറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആനിമേഷന്റെ ടൈമിംഗ് ഫംഗ്ഷൻസ് ആണ്. അതായത് ആ ആനിമേഷൻസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആണത്. നെക്സ്റ്റ് ആനിമേഷൻ ഡിലേ ആണ്. അതായത് പേജ് ലോഡ് ചെയ്തതിന് ശേഷം എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഒരു ആനിമേഷൻ തുടങ്ങുക, അപ്പോൾ അതിനെയാണ് ആനിമേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം. ഇതൊക്കെയാണ് ആനിമേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ആനിമേഷൻ ചെയ്യാമെന്ന് വീഡിയോയിൽ നോക്കാം. ആനിമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഒരു സ്റ്റൈലിൽ നിന്ന് മറ്റൊരു സ്റ്റൈലിലേക്ക് വളരെ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യണതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് JS ഒന്നും വേണ്ട. JS ഇല്ലാതെ CSSലത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആനിമേഷൻസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനിമേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. ആനിമേഷൻ നെയിം വേണം, ആനിമേഷൻ ഡ്യൂറേഷൻ, ആനിമേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റൈലിൽ നിന്ന് മറ്റൊരു സ്റ്റൈലിലേക്ക് പോകുന്നത് എത്ര നേരം കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ആനിമേഷൻ ഡിലേ ആനിമേഷൻ തുടങ്ങുന്നത് എത്ര നേരം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആനിമേഷൻ ഐട്രേഷൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ ആനിമേഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആനിമേഷൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ എലമെൻറ്റിന് കൊടുക്കണം. ഒന്ന് ആനിമേഷൻ നെയിമും അടുത്തത് ആനിമേഷൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത്. അത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആനിമേഷൻ നെയിം കൊടുക്കുകയാണ്. ആനിമേഷൻ നെയിം സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ആനിമേഷൻ എത്ര നേരം നിൽക്കണം എന്നുള്ളത് ആനിമേഷൻ ഡ്യൂറേഷൻ 4 സെക്കൻഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എലമെൻറ്റിന് ആനിമേഷൻ നെയിമും ഡ്യൂറേഷനാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ആനിമേഷൻ ചെയ്യാനുള്ള ഒരു കീവേഡ് എഴുതി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീ ഫ്രെയിം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. കീ ഫ്രെയിംസ് സ്പേസ് ഇട്ടിട്ട് എന്തിനാണോ ആനിമേഷൻ കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ എന്നായിരുന്നു ആനിമേഷൻ്റെ പേര്. സാമ്പിൾ എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ഇത് ഏത് സ്റ്റേറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് റെഡ് ആയിരുന്നു, പിന്നീട് അത് വേറൊരു കളറായിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് 0% എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. 0%ൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആയിരിക്കും. ഇനി 100%ൽ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ ആവണം. 100%ൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആവണം. അതുവരെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ 0% എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കും, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. 100% എന്ന് പറഞ്ഞാൽ എൻഡിങ് പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് 4 സെക്കൻഡിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി മാറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡാണ്, അത് പതുക്കെ യെല്ലോ ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് CSSലെ ആനിമേഷൻസ് വർക്ക് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റിയത്. ഇനി നമുക്ക് ഇപ്പോൾ 2 കളറാണ് മാറ്റിയത്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും മാത്രം. ഇനി ഇതിനിടയ്ക്ക് പല പല കളേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഒരു 20%ൽ ബാക്ക്ഗ്രൗണ്ട് കളറ്, 25%ൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ, 25 കഴിഞ്ഞാൽ 50%ൽ
ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ. നെക്സ്റ്റ് 75% ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്രൗൺ. ആദ്യം റെഡ് ആയിരിക്കും, പിന്നെ ബ്ലൂ വരും, പിന്നെ ഗ്രീൻ വരും. ഇങ്ങനെ ഇതേ ഓർഡറിൽ ആനിമേഷൻസ് മാറുന്നത് കാണാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈം സീരീസ് പോലെയാണ്. അതായത് നമ്മൾ 4 സെക്കൻഡിൻ്റെ തുടക്കത്തിൽ അത് റെഡ് കളർ ആവുകയും ഒരു 25% ടൈം സീരീസിൻ്റെ 25% എത്തുമ്പോൾ അത് ബ്ലൂ കളറാവും, 50-ലെത്തുമ്പോൾ അത് ഗ്രീൻ കളറാവും. അങ്ങനത്തെ സീരീസിൽ അത് പോയിക്കൊണ്ടിരിക്കും. ഇനി ലാസ്റ്റ് എൻഡ് പോയിന്റിൽ യെല്ലോ കളറായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്ന പ്രോപ്പർട്ടീനെ നമുക്ക് ആനിമേഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് പൊസിഷൻ റിലേറ്റീവ് ആണ്. ഇപ്പോൾ പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ എലമെൻ്റ് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എത്രത്തോണ്ട് നീങ്ങണം എന്നാണ് പറയണത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. പൊസിഷൻ ടോപ്പും ലെഫ്റ്റും ആണ് നമ്മൾ നീക്കി കൊടുക്കുന്നത് ഒരു എലമെൻറ്റിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ 0% തുടക്കത്തിൽ അത് എവിടെയാണ് 0 നിൽക്കുന്നിടത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് 0 പിക്സൽ കൊടുക്കാം. അതുപോലെ ലെഫ്റ്റും 0 പിക്സലാണ്. ഓക്കെ, ഇനി അതിനെ നീക്കാനായിട്ട് നെക്സ്റ്റ് വരുമ്പോൾ ലെഫ്റ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. ടോപ്പ് 0 പിക്സൽ, ലെഫ്റ്റ് 500 പിക്സൽ. ഓക്കെ, ഇനി അത് താഴേക്കാണ് വരേണ്ടത്. അപ്പോൾ ടോപ്പ് 500 പിക്സൽ കൊടുക്കാം. ലെഫ്റ്റ് 300 പിക്സൽ. ഇനി നെക്സ്റ്റ് ടോപ്പ് ലെഫ്റ്റ് 300 പിക്സൽ. ഇനി നെക്സ്റ്റ് അത് ടോപ്പ് 300 പിക്സൽ, ലെഫ്റ്റ് 0. ഇനി ടോപ്പ് 0, ലെഫ്റ്റ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൂവിങ് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എലമെൻറ്റിന്. അപ്പോൾ ഇവിടെ നമുക്ക് കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ പൊസിഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര പ്രോപ്പർട്ടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആനിമേഷൻ ഡിലേ ആണ്. അതായത് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആനിമേഷൻ തുടങ്ങേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആനിമേഷൻ ഡിലേ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കൊടുക്കാം. അപ്പോൾ ഒരു 2 സെക്കൻഡ് വരെ അത് അവിടെ നിൽക്കും. ആഫ്റ്റർ 2 സെക്കൻഡാണ് അത് ആനിമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആനിമേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആനിമേഷൻ ഐട്രേഷൻ കൗണ്ടാണ്. അപ്പോൾ അത് കൊടുക്കാം. ആനിമേഷൻ ഐട്രേഷൻ കൗണ്ട്. അപ്പോൾ എത്ര തവണ ഈ ആനിമേഷൻ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 കൊടുത്തു. 2 കൊടുത്താൽ 2 പ്രാവശ്യമായിരിക്കും ഈ ആനിമേഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ആനിമേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ആനിമേഷൻ അതും കംപ്ലീറ്റ് ആയി. പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര തവണ ആനിമേഷൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് കൊടുക്കാം. ഇനി ഇത് ഇൻഫിനിറ്റിന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആനിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ CSSലെ ആനിമേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. ആനിമേഷനിൽ വരുന്ന ഡിലേ, ആനിമേഷൻ്റെ നെയിം, അതിൻ്റെ ഡ്യൂറേഷൻ, അതിൽ വരുന്ന ടൈമിംഗ് ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ, അതിൻ്റെ ട്യൂട്ടോറിയൽസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രോഗ്രാമിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് പോയി ചെക്ക് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.